വെൽക്കം ബാക്ക് അഗൈൻ. ഷർഫാണ് വിത്ത് കസിൻസ്. അപ്പോൾ ഇന്നുള്ളത് നമ്മൾ മിനി ഊട്ടിയിലെ മിസ്റ്റി ഗ്രീൻ ഹിൽസിൽ. നമ്മളിതിൻ്റെ മുന്നേ 1-2 പ്രാവശ്യം വന്ന വീഡിയോസ് നമ്മളതിൽ തന്നെ കിടക്കുന്നുണ്ട്. ഇന്ന് വന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നല്ലൊരു അടിപൊളി ഇൻഫിനിറ്റി പൂളുണ്ട്, അതിൽ കുളിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് എല്ലാവരും കൂടി പോയിട്ട് നമ്മൾ ആ ഇൻഫിനിറ്റി പൂളിൽ അടിച്ച് കുളിക്കാൻ പോവാണ്. അത് 1500 റുപ്യാണ് കേട്ടോ ഏകദേശം അതിൻ്റെ ചാർജ്. 1 മണിക്കൂറിന് മിനിമം 10 ആൾക്കാർ വേണം. ഈ വെറൈറ്റി പൂൾ നമ്മളെ ഏരിയയിൽ ഈ തൊട്ടടുത്തുള്ളത് ഈ മിനി ഊട്ടിയിലുള്ളത് മിസ്റ്റി ഗ്രീൻ ഹിൽസ് പറഞ്ഞാൽ ഈ സ്ഥലത്താണ് ഉള്ളത്. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് നല്ലോണം ഇഷ്ടപ്പെടും. ഇപ്പോൾ സാധാരണ മിനി ഊട്ടിയിൽ വരെയാണ് എല്ലാവരും വന്നിട്ട് പോലും ഇങ്ങോട്ട് ആരും കയറില്ല. കാരണം ഇങ്ങോട്ട് വീണ്ടും അവിടുന്ന് ഒരു അരമണിക്കൂറോളം ഇങ്ങോട്ട് വരണം. ഭയങ്കര കുത്തനുള്ള കാറ്റും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അവിടത്തിനേക്കാളും കൂടുതൽ വൈബ് ഇവിടെയാണ്. ഇവിടുന്ന് നോക്കിയാൽ നമ്മളെ കോഴിക്കോട് എയർപോർട്ട് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുട്ടികളായിട്ട് വന്നു, കുട്ടികളൊക്കെ ഭയങ്കര അതിശയത്തോടു കൂടി ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. കാരണം നമ്മൾ അടിയിൽ കൂടി ആയിരുന്നു ഫ്ലൈറ്റ് ഇങ്ങനെ പോയിട്ടുണ്ട്. കാരണം നമ്മൾ അത്ര ഹൈറ്റിലാണ്. അവിടെയാണ് കിടക്കുന്ന റൺവേ. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള സൗകര്യം എന്ന് പറഞ്ഞാൽ അവിടെ കണ്ടില്ല ഒരു കഫേ ഉണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് ചെറിയൊരു ചിൽഡ്രൻസ് പാർക്ക്. ഇതിൻ്റെ ബാക്കിൽ പിന്നെ ഹോം സ്റ്റേ ഉണ്ട്. ഇവിടെ ആയിട്ട് വേറൊരു ചെറിയൊരു ഹോം സ്റ്റേ ഉണ്ട്. ഇതിൻ്റെ അടിയിലൊരു ട്രീ ഹൗസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് പൂളിൻ്റെ തൊട്ടടുത്തായിട്ട് 2-3 ഡോമുകളുണ്ട്. നല്ല അടിപൊളി മീനുകളുണ്ട്, കളർ മീനുകളുണ്ട്. ഇവർക്കുള്ള ഫുഡ് ആയിട്ട് വന്നാന്ന് വിചാരിച്ചിട്ടില്ല. ഇതും കൂടി ഇവിടെ തന്നെ ചുറ്റി കളിക്കണ്ടില്ലേ. ഞങ്ങളെന്തായാലും പൂളിൽ കയറാൻ പോകണം. നമ്മളെ ടൈം ഏകദേശമായി. നമ്മളെ കസിൻസ് ഇതുവരെ ഇങ്ങോട്ട് എത്തിയിട്ടില്ല. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അവർ ഓൺ ദ വേലാണ്, ഇങ്ങോട്ട് എത്തിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതേപോലത്തെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ടെൻറ്റൊക്കെ അടിച്ചു തരും. 1500 റുപ്യാണ് 2 അഡൽട്ട്സ് 1 കിഡ്. ഹോം സ്റ്റേയിലുള്ള സകല ഫെസിലിറ്റീസും ഇവർക്ക് കിട്ടുകയും ചെയ്യും. അതേപോലെ ഇവിടെ എന്തൊക്കെയോ പുതിയ പ്രൊജക്റ്റ് എന്തൊക്കെയോ വരുന്നുണ്ട്. അതാണ് ആ സൈഡിലാണ് 2 ഡോമുള്ളത്. ഇതിനുള്ളിലോട്ട് ഇങ്ങനെ കയറിയാൽ ആഹാ മുന്ന എന്താ പാട്? നൈസല്ലേ? മാഷാ അല്ലാ മാഷാ അല്ലാ. ഇതാണ് പൂള്. എന്താ രസം നോക്കിയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഓപ്പണായിട്ട് കിടക്കുകയാണ്. ഇതാ ഇവിടെ ചെറിയ കുട്ടികൾക്ക് പറ്റിയ ചെറിയൊരു പൂളുണ്ട്. അങ്ങേപ്പുറത്ത് വലിയ ആൾക്കാർക്ക് ഇറങ്ങാം, എന്നിട്ട് അങ്ങോട്ട് നോക്കിയിരിക്കുക. ഇതിനാണ് ഇൻഫിനിറ്റി പൂൾ എന്ന് പറഞ്ഞിട്ട്. അതായത് അങ്ങോട്ട് ഫുള്ള് ഓപ്പണായിട്ട് കിടക്കുകയും ചെയ്യും. അത്യാവശ്യം നല്ല ഹൈറ്റിലായിട്ട് കിടക്കും. അതേപോലെ നമുക്ക് ലോക്കർ സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ബാത്റൂം സൗകര്യം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഒക്കെ ഫ്രഷായിട്ട് നമുക്ക് ഇതിനുള്ളിൽ തന്നെ എല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ ഇറങ്ങുമ്പം നമുക്ക് ഒരു ഡോർ അങ്ങോട്ട് ക്ലോസ് ചെയ്താൽ നമുക്ക് ഒരാൾ പോലും ഇങ്ങോട്ട് വരില്ല. ഫാമിലി ആയിട്ടൊക്കെ വന്നാൽ പക്കാ പ്രൈവസിയിൽ നമുക്ക് ഇവിടെ നിന്ന് കുളിച്ച് പോകാൻ പറ്റും. അതുകൊണ്ടില്ല നമ്മൾ കിടക്കാനുള്ള സൗകര്യമുണ്ട്. അങ്ങനത്തെ 4 പിന്നെ അതാ ചെറിയ കുട്ടികൾക്കുള്ള പൂള്. ഇത് വലിയ ആൾക്കാർക്ക്. ആദ്യമായിട്ട് മുന്നിറങ്ങാണ്. അരെ വാ. അതിൻ്റെ മക്കളെ എങ്ങനെയുണ്ട് കാണാൻ? നല്ല അടിപൊളിയില്ല. ഇടയ്ക്കാണ് വെള്ളത്തിൻ്റെ അടിയിൽ കൂടി നീന്തലൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ. ഗ്യാങ്ങായിട്ട് വന്നങ്ങൾക്ക് അടിച്ച് പൊളിച്ച് പോകാൻ പറ്റും. എന്താ വൈബ്, പൊലം വൈബട്ട. അതിലൊരു പൂള് നമ്മളെ തൊട്ടടുത്തൊന്നും വേറെ എവിടെ ഇല്ല. ദുബായിൽ മറ്റേ വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ പൂളുകളൊക്കെ ഉണ്ട്. നമ്മൾ വീഡിയോസിലൊക്കെ കാണലുണ്ടല്ലോ. അതേ ഒരു സെറ്റപ്പ് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ അടിയൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. നമ്മൾ പറഞ്ഞില്ല നേരത്തെ റൺവേ ഇവിടുന്ന് കാണാൻ പറ്റും. അതാ കാണുന്ന റൺവേ.
ഞാൻ ആകെ നമുക്ക് അരമണിക്കൂറുള്ളൂ കുളിക്കാൻ. അപ്പം ഇത് കണ്ടപ്പോൾ തന്നെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടോ. എല്ലാവരും ഫസ്റ്റ് ടൈമാണ് ഇതുപോലത്തെ ഒരു പൂളിൽ ഇറങ്ങുന്നത്. ഫ്ലൈറ്റ് ഇറങ്ങണം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടുന്ന് കാണാൻ പറ്റും. പക്ഷേ ഇതുവരെ ഒരൊറ്റ ഫ്ലൈറ്റ് പോലും വന്നിട്ടില്ല. എല്ലാവരും അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ആകെ 1 മണിക്കൂറുള്ള നമുക്ക് സമയം. അതിൻ്റെ ഇടയിൽ ഫോട്ടോസ് എടുക്കണം, ഒന്ന് നീന്തണം, ഇതിൽ ഇറങ്ങണം, ഈ കാഴ്ചകൾ കാണണം. എല്ലാതും കൂടി 1500 രൂപ 1 മണിക്കൂറിന് കൊടുത്താൽ നമുക്ക് മുതലാവില്ല. സത്യത്തിൽ 2 മണിക്കൂറെങ്കിലൊക്കെ വേണം. ഇവിടെ പറ്റുമോ? ഞാൻ ആ കഴിഞ്ഞോട്ട് വരാം. നമ്മളെ സമയം ഏകദേശം കഴിഞ്ഞിട്ടോ. 1 മണിക്കൂറും കഴിഞ്ഞ് പോകാന് നമ്മൾ ഇത്തിരി നേരം വീങ്ങോണ്ട് കുറച്ച് സമയം നമുക്ക് അനുവദിച്ച് തന്നിട്ടാ. എന്തായാലും സമയം ഇപ്പം ഏകദേശം എത്രയായിട്ടുണ്ടാവും? അവിടെ ഒരു വാങ്ക് കൊടുക്കാനായി. വാങ്ക് കൊടുത്തിട്ടുണ്ടാവും തോന്നുന്നുണ്ട്. ഏകദേശം ഇരുട്ടൊക്കെ ആയി. നമ്മളെല്ലാവരും കയറാനുള്ള പരിപാടിയിലാണ്. എല്ലാവരും മാക്സിമം ഫോട്ടോ എടുത്തിട്ടുണ്ട്. കാരണം 1 മണിക്കൂറേ ഉള്ളൂ. ഈ 1 മണിക്കൂറുള്ള നമുക്ക് എന്തൊക്കെയാണ് മുതലാക്കാണ്ടോ അതൊക്കെ നമുക്ക് മുതലാക്കിയേ പറ്റും. അപ്പോൾ മാക്സിമം ഫോട്ടോസ് തിരിഞ്ഞും മറിഞ്ഞും കീറുന്നതൊക്കെ എടുത്തിട്ടുണ്ട്. സംഗതി പൊളി വൈബാണ്. എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പേര്, മിസ്റ്റി ഗ്രീൻ ഹിൽസ്. പെട്ടെന്ന് വിളിക്കുക, ബുക്ക് ചെയ്യാൻ വരിക. അധികം ആളില്ലാത്ത രീതിയിൽ നമുക്ക് കുട്ടികളെ ഇറക്കാൻ പറ്റും കേട്ടോ. നല്ല സുഖമാണ്. നമുക്ക് വലിയ ആൾക്കാർക്ക് ഇവിടെ കുളിക്കും ചെയ്യാം. പിന്നെ ഫാമിലിക്കായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പൊളി വൈബായിരിക്കും. കാരണം ഫാമിലിക്കാണ് നമ്മൾ ശരിക്കും ഇത് ചെയ്ത് കൊടുക്കേണ്ടത്. അവരാണിത് ശരിക്കും ഇത് ആസ്വദിക്കും. കുളത്ത് കുതിക്കൊന്നും നമുക്ക് ഏതായാലും പെണ്ണുങ്ങളായിട്ട് പോകാൻ കഴിയില്ല. നമ്മുടെ നാട്ടിലെ കുളമായാലും തോടായാലും ഓൾക്ക് ഒരു പ്രൈവസിയോട് കൂടി കുളിക്കാൻ കഴിയില്ല. അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ. ഇവിടെ ആകുമ്പോൾ നല്ല വൈബാണ്. നല്ല അടിച്ച് പൊളിച്ച് കുളിച്ച് ഫാമിലിയായിട്ട് കുളിച്ച് പോകാൻ പറ്റും. ആകാശത്തൂടെ ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ട്. ഫ്ലൈറ്റൊക്കെ ഇറങ്ങണം. നമുക്ക് ലൈവായിട്ട് ഇവിടെ ഇങ്ങനെ കാണാം. നേരെ അവിടെ പോയിട്ട് ഇറങ്ങും. ടെൻറ്റ് സ്റ്റേ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇവിടെ വരാം. ഇവിടെ ടെൻറ്റ് ഉണ്ട്. ഈ സൈഡിലുണ്ട്, ഈ പുള്ളിൻ്റെ അങ്ങേ സൈഡിലുണ്ട്. എല്ലായിടത്തും ഇപ്പോൾ ലൈറ്റ് കൊണ്ട് തെളിഞ്ഞപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. എന്താ രസം അങ്ങോട്ട് കാണാൻ. എങ്ങനെ ഉണ്ടായിരുന്നു മക്കളെ? ഞങ്ങളൊരു കുഞ്ഞു വീഡിയോ 1 മണിക്കൂർ ഞങ്ങളൊന്ന് ആസ്വദിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പൂള് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നത്. ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്തോളിയാ. പിന്നെ അത് മാത്രമല്ല, ഇഷ്ടപ്പെട്ട ആൾക്കാർ ആദ്യം ഇങ്ങോട്ട് പോരും. എന്നിട്ട് അത് ഫീൽ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാണ്.